പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹീതമായിട്ടുള്ള നല്ല ഒരു പ്രഭാതം കാണുവാൻ ദൈവം നമ്മെ സഹായിച്ചുവല്ലോ. ഈ പ്രഭാതത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി കൂടി വന്ന് സഹകരിച്ച എല്ലാ ദൈവമക്കളെയും ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എല്ലാവർക്കുമുള്ള ക്രിസ്തീയ പ്രഭാത വന്ദനങ്ങളെ വിനീതമായി അറിയിക്കുന്നു. കർത്താവ് നമ്മെ ആയിരിക്കുന്ന ഇടങ്ങളിൽ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ദൈവവചനം ധ്യാനിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വന്ന ഒരു ആത്മീക ചിന്ത നിങ്ങളുമായി പങ്കുവെക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ. അവന്റെ സഹോദരന്മാർ അവനോട്, നീ ചെയ്യുന്ന പ്രവർത്തികളെ നിന്റെ ശിഷ്യന്മാരും കാണേണ്ടതിന് ഇവിടം വിട്ട് യഹൂദയിലേക്ക് പോകാം. പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ആരും രഹസ്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നീ ഇത് ചെയ്യുന്നുവെങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 5, 6, 7 ഈ 3 അധ്യായങ്ങൾ ഒരുമിച്ച് ചേർന്ന് പഠിക്കേണ്ട 3 അധ്യായങ്ങളാണ്. എങ്കിലേ നമുക്കിതിൻ്റെ വിഷയങ്ങൾ നന്നായി ഗ്രഹിക്കാൻ കഴിയുള്ളൂ. നമുക്കിന്ന് രാവിലെ മിതമായ സമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടൊരു വചന പഠനത്തിന് ഞാൻ മുതിരുന്നില്ല. 7-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം കൂടാരപ്പെരുന്നാൾ എന്നതാണ്. 7-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇത് കാണുന്നുണ്ട്. എന്നാൽ യഹൂദന്മാരുടെ കൂടാരപ്പെരുന്നാൾ അടുത്തിരുന്നു. അപ്പോൾ നമുക്ക് ഈ പ്രധാന വിഷയത്തെ ശ്രദ്ധിച്ചുകൊണ്ട് 53 വാക്യങ്ങളുള്ള 7-ാം അധ്യായത്തെ 3ആയി ഡിവൈഡ് ചെയ്ത് പഠിക്കാം. 7-ാം അധ്യായം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ളൊരു സ്രോതസ്സാണ് പറയുന്നത്. ഇതിലെ പ്രധാന വിഷയം ഞാൻ പറഞ്ഞു, കൂടാരപ്പെരുന്നാൾ എന്നുള്ളതാണ്. ആ കൂടാരപ്പെരുന്നാൾ എന്നുള്ള ആ മെയിൻ സബ്ജക്റ്റിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്ക് 7-ാം അധ്യായത്തെ 3ആയി ഡിവൈഡ് ചെയ്യാം. 7-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ കൂടാരപ്പെരുന്നാളിന് മുൻപുള്ള സംഭവങ്ങൾ എന്നുള്ളതാണ്. കൂടാരപ്പെരുന്നാളിന് മുൻപുള്ള സംഭവങ്ങൾ. എന്നാൽ 7-ാം അധ്യായത്തിന്റെ 11 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ, 7-ാം അധ്യായത്തിന്റെ 11 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ കൂടാരപ്പെരുന്നാളിന്റെ ഇടയ്ക്കുള്ള സംഭവങ്ങൾ. കൂടാരപ്പെരുന്നാളിന്റെ ഇടയ്ക്കുള്ള സംഭവങ്ങൾ. 7-ാം അധ്യായത്തിന്റെ 37 മുതൽ ഏറ്റവും അവസാനത്തെ വാക്യം വരെ, അഥവാ 53-ാമത്തെ വാക്യം വരെ, 7-ാം അധ്യായത്തിന്റെ 37 മുതൽ 53 വരെ കൂടാരപ്പെരുന്നാളിന്റെ ഏറ്റവും അവസാന ദിവസം നടന്ന സംഭവം. ഇങ്ങനെ നമുക്ക് ഈ അധ്യായത്തെ വേർതിരിച്ച് സിസ്റ്റമാറ്റിക്കലായി പഠിക്കാൻ കഴിയും. 1 കൂടാരപ്പെരുന്നാളിന് മുൻപ് നടന്ന സംഭവം, 2 കൂടാരപ്പെരുന്നാളിന്റെ ഇടയ്ക്ക് നടന്ന സംഭവം, 3 കൂടാരപ്പെരുന്നാളിന്റെ ഏറ്റവും അവസാന ദിവസം നടന്ന സംഭവം. 7-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ അതിൻ്റെ ശേഷം യേശു ഗലീലയിൽ സഞ്ചരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ ശേഷം എന്ന ഒരു
പദപ്രയോഗത്തോടു കൂടാണ് 7-ാം അധ്യായം ആരംഭിക്കുന്നത്. അതിന്റെ ശേഷം എന്ന് പറയുമ്പോൾ ഏതിന്റെ ശേഷവും നമുക്കൊരു തോന്നൽ വരാം. സംശയിക്കേണ്ട, 6-ാം അധ്യായത്തിലെ സംഭവങ്ങൾക്ക് ശേഷം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങളുടെ അറിവിന് വേണ്ടി ഒരു കാര്യം കൂടെ പറയാം. 6-ഉം 7-ഉം അധ്യായങ്ങളുടെ ഇടയിൽ ഒരു 6 മാസത്തെ ഗ്യാപ്പ് ഉണ്ട്. അതിന്റെ തെളിവ് നിങ്ങൾ 6-ാം അധ്യായം ശ്രദ്ധിച്ചാൽ 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു. അപ്പോൾ യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ നടക്കുന്നത് നമ്മുടെ മാർച്ച് ഏപ്രിൽ സമയങ്ങളാണ്. എന്നാൽ 7-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, എന്നാൽ യഹൂദന്മാരുടെ കൂടാരപ്പെരുന്നാൾ അടുത്തിരുന്നു. കൂടാരപ്പെരുന്നാൾ നടക്കുന്നത് നമ്മുടെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ്. അപ്പോൾ ഇതിന്റെ ഇടയിൽ പെസഹ പെരുന്നാളിനും കൂടാരപ്പെരുന്നാളിന്റെയും ഇടയിൽ 6 മാസമുണ്ട്. ഈ 6 മാസത്തെ ചില സംഭവങ്ങൾ യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് രേഖപ്പെടുത്താഞ്ഞെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അതിന് പ്രസക്തമായ ചില കാര്യങ്ങൾ ഉണ്ടാകത്തില്ലായിരിക്കാം, എന്തോ എനിക്കറിയില്ല. പക്ഷേ ഈ 6 മാസത്തെ സംഭവങ്ങൾ സമവീക്ഷണ സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. മത്തായിയും മർക്കോസും ലൂക്കോസും വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ അതിൻ്റെ റെഫറൻസുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. മത്തായിയും മർക്കോസും ലൂക്കോസും വളരെ വ്യക്തമായിട്ട് ഈ ഭാഗങ്ങൾ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പഠനത്തിന് നല്ലതാണ്. മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 21 മുതൽ 28 വരെയുള്ള ഭാഗങ്ങൾ, മത്തായി സുവിശേഷം 17-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള ഭാഗങ്ങൾ, മത്തായി സുവിശേഷം 15-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള ഭാഗങ്ങൾ, മർക്കോസ് 8-ന്റെ 22 മുതൽ 26 വരെയുള്ള ഭാഗങ്ങൾ, ഇതെല്ലാം ഈ 6 മാസത്തിനിടയിൽ കർത്താവ് ചെയ്ത മിനിസ്ട്രിയാണ്. കർത്താവ് ചെയ്ത മിനിസ്ട്രിയിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുണ്ട്, അനേക ആളുകളെ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്, കൂടാതെ 4000 പേരെ കർത്താവ് അപ്പം കൊണ്ട് പോഷിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം പിന്നെ ഇതും കൂടാതെ ഈ 6 മാസക്കാലം ശിഷ്യന്മാരെ പുതിയ ചില കാര്യങ്ങളൊക്കെ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട് തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ. അപ്പൊ ഇതൊക്കെ ഈ 6 മാസത്തിന്റെ ഇടയിൽ നടന്ന സംഭവങ്ങളാണ്. യോഹന്നാൻ അതൊന്നും രേഖപ്പെടുത്തുന്നില്ല. പക്ഷെ സമവീക്ഷണ സുവിശേഷങ്ങൾ അതൊട്ടും വിട്ടുകളയാതെ അത് രേഖപ്പെടുത്തുന്നുണ്ട്. സ്തോത്രം. നമുക്ക് ഇനി തിരുവെഴുത്തിലേക്ക് വരാം. ഈ 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ശ്രദ്ധിച്ചാൽ അവിടെ രേഖപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, അതിന്റെ ശേഷം യേശു ഗലീലയിൽ സഞ്ചരിച്ചു. യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അന്വേഷിച്ചത് കൊണ്ട് യഹൂദിയിൽ സഞ്ചരിപ്പാൻ അവന് മനസ്സില്ലായിരുന്നു. 1-ാമത്തെ കാര്യത്തിലേക്ക് വരാം. യേശു ഇപ്പോൾ ഗലീലയിലേക്ക് തന്റെ മിനിസ്ട്രി ഫോക്കസ് ചെയ്യുകയാണ്. ഏറ്റവും കൂടുതൽ കർത്താവ് മിനിസ്ട്രി ചെയ്തത് പച്ചവെള്ളം വീഞ്ഞാക്കിയതാകട്ടെ, രാജഭൃത്യന്റെ മകനെ സൗഖ്യമാകട്ടെ, 5 അപ്പം കൊണ്ട് 2 മീനും കൊണ്ട് പുരുഷാരെ പോഷിപ്പിച്ചതാകട്ടെ, എക്സെട്ര. ഏറ്റവും കൂടുതൽ മിനിസ്ട്രി ചെയ്തതെല്ലാം ഗലീലയില്ല. അതിന്റെ കാരണമാണ് ഈ 1-ാം വാക്യത്തിൽ പറയുന്നത്. യേശു ഗലീലയിൽ കൂടുതൽ സഞ്ചരിക്കാനും ഗലീല തന്റെ മിനിസ്ട്രിയുടെ കേന്ദ്രമാക്കാനും ഉള്ള കാരണം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. എന്താ കാരണം? യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അന്വേഷിച്ചത് കൊണ്ട് യഹൂദയിൽ സഞ്ചരിപ്പാൻ അവന് മനസ്സില്ലായിരുന്നു. പാലസ്തീന്റെ ഭൂപടം നോക്കിയിട്ടുള്ളവർക്കറിയാം, പാലസ്തീന്റെ വടക്ക് ഭാഗമാണ് ഗലീല എന്ന് പറയുന്ന സ്ഥലം. പാലസ്തീന്റെ തെക്ക് ഭാഗമാണ് യഹൂദിയ എന്ന് പറയുന്ന സ്ഥലം. ഈ യഹൂദ എന്ന് പറയുന്ന സ്ഥലമാണ് യഹൂദന്മാരുടെ മതകേന്ദ്രം, അവരുടെ പൊളിറ്റിക്കൽ റിലീജിയസ് സെന്റർ ആണ് ഈ യഹൂദി എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ കർത്താവ് ഇപ്പോൾ വടക്ക് ഭാഗത്ത് നിൽക്കുക ഗലീലയിൽ. തെക്കു ഭാഗമായി യഹൂദിയിലോട്ട് പോകാൻ പറ്റുകയില്ല. കാരണം അവിടെ തന്നെ കൊല്ലാനുള്ള ചില അജണ്ടകൾ അവർ ഒരുക്കിയെന്നും തനിക്കെതിരെയുള്ള ഉപദ്രവങ്ങൾക്ക് വേണ്ടി അവർ
അന്വേഷിക്കുന്നുണ്ടെന്നുമൊക്കെയുള്ള ഇൻഫർമേഷൻ കർത്താവിന് കിട്ടിയപ്പോൾ കർത്താവ് എന്ത് ചെയ്തില്ല? അവിടേക്ക് പോകാൻ തുനിഞ്ഞില്ല. പകരം കർത്താവ് ഗലീലയിൽ സ്റ്റേ ചെയ്ത് അവിടെ മിനിസ്ട്രി ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ ഈ ഭാഗം പറയുമ്പോൾ എനിക്ക് ഒരു ചിന്ത നിങ്ങളോട് പറയാനുള്ളത്, സ്തോത്രം, യേശുക്രിസ്തു ദൈവമല്ലേ? അതെ. ഉപദ്രവിക്കാൻ ആളുകൾ പദ്ധതി ഇട്ടിരിക്കുന്ന സ്ഥലത്തും യേശുവിന് പോകാമല്ലോ. കാരണം പ്രൊട്ടക്ട് ചെയ്യാൻ ദൂതന്മാരുണ്ട്, പിതാവുണ്ട്. പക്ഷേ ഇവിടെ യഹൂദയിൽ സഞ്ചരിപ്പാൻ അവന് മനസ്സില്ലായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഒരു കാര്യം വ്യക്തമാണ്, ഉപദ്രവം ഉണ്ടാകും, പ്രതിസന്ധി ഉണ്ടാകും എന്ന് മനസ്സിലാക്കി അതറിഞ്ഞിട്ടും അവിടേക്ക് ആവേശം നിമിത്തം കയറി ചെന്ന് ഉപദ്രവം ലഭിച്ചു കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി സഹിച്ചതാണ് എന്ന് പറഞ്ഞാൽ കർത്താവിന് അതിന് ഉത്തരവാദിത്വമില്ല. മനസ്സിലാകുന്നുണ്ടോ? ചിലപ്പോൾ വിവാദമുണ്ടാക്കാൻ സാധ്യതയുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് എൻ്റേത്. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന സ്ഥലത്ത് സുവിശേഷത്തിന് പോയാൽ അവിടെ ഉപദ്രവം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയാൽ ഞാൻ അങ്ങോട്ട് കയറി ചെല്ലട്ടെ, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, ഞാൻ എൻ്റെ ശുശ്രൂഷ അവിടെ തെളിയിക്കും എന്ന് പറഞ്ഞ് അവിടെ ചെന്നിട്ട് സുവിശേഷ വിരോധിയുടെ ഉപദ്രവം കിട്ടിയിട്ട് കർത്താവിന് വേണ്ടി സഹിച്ചു എന്ന് പറയുന്ന ആളുകൾ ഒത്തിരി പേര് നമ്മുടെ ഇടയിലുണ്ട്. അവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ 1-ാം വാക്യം. യേശു മനഃപൂർവ്വം അങ്ങോട്ട് പോയില്ലെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവന് യഹൂദയിലേക്ക് പോകാൻ, സഞ്ചരിപ്പാൻ മനസ്സില്ലായിരുന്നു. എന്തുകൊണ്ട്? അവിടെ തനിക്ക് ഉപദ്രവം ഉണ്ടാകും, തന്നെ കൊല്ലുവാൻ അവർ അന്വേഷിക്കുന്നു എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ആവേശം നല്ലതാണ്, പക്ഷേ ഉപദ്രവമുള്ള സ്ഥലത്തേക്ക് ചെന്നിട്ട് തെളിയിക്കാൻ വേണ്ടി ചെന്നിട്ട് അനർത്ഥമുണ്ടായിട്ട് കർത്താവിൻ്റെ മുകളിൽ അത് കെട്ടിവെക്കണ്ട. സ്തോത്രം. എന്നാൽ ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയുന്നു, ഇപ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നില്ല? യഹൂദയിലേക്ക് പോകുന്നില്ല, താല്പര്യപ്പെടുന്നില്ല. പക്ഷെ ഇതേ കർത്താവ് ചില വാക്യങ്ങൾ കഴിഞ്ഞപ്പോൾ യഹൂദയിലേക്ക് പോവുകയാണ്. എന്താ അതിന്റെ കാരണം? തൻ്റെ പിതാവിൻ്റെ സമയം വന്നു, പിതാവിൻ്റെ നാഴിക വന്നു എന്ന് പറഞ്ഞാൽ യേശു ഈ ഭൂമിയിലേക്ക് വന്നത് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ്, തൻ്റെ ഇഷ്ടം ചെയ്യാനല്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമായി ഞാൻ പറയാം, പിതാവിൻ്റെ നിയോഗം തന്റെ മേൽ വന്നപ്പോഴാണ് താൻ ഉപദ്രവിക്കപ്പെടും, കൊല്ലുവാൻ അന്വേഷിക്കുന്നു എന്നറിയുന്ന സ്ഥലത്തേക്ക് താൻ ചുവട് വെച്ചത്. അർത്ഥം, പിതാവിൻ്റെ സമയം വന്നിട്ടുണ്ടെങ്കിൽ ഉപദ്രവിക്കപ്പെടുന്ന സ്ഥലത്തും തന്നെ സംരക്ഷിക്കുവാൻ പിതാവിന് കഴിയും. അത് താൻ അനർത്ഥം മുന്നിൽ നിൽക്കുന്ന സ്ഥലത്തും തനിക്ക് വേണ്ടി കരുതുവാൻ പിതാവ് ഉണ്ട് എന്നുള്ള ബോധ്യമാണ് യേശുവിനെ അങ്ങോട്ട് നയിച്ചത്. ഇന്ന് രാവിലെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്ഥലങ്ങളും ഒക്കെ എല്ലായിടത്തും സുവിശേഷ വിരോധികളുടെ വിളയാട്ടമാണ്. എന്നാൽ ഞാനവിടെ സുവിശേഷം കൊണ്ട് പോകരുതെന്നല്ല പറഞ്ഞത്. പക്ഷേ ദൈവത്തിൻ്റെ നിയോഗം, പിതാവിൻ്റെ നിയോഗം ഇല്ലാതെ നിങ്ങൾ ചുവട് വെച്ചാൽ ആ ചുവട് വെക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഉപദ്രവത്തിന് ദൈവം ഉത്തരവാദിയല്ല. പക്ഷേ ദൈവത്തിൻ്റെ നിയോഗം നിങ്ങളുടെ മേൽ കിടക്കുന്നുവെങ്കിൽ നിങ്ങൾ ധൈര്യമായി കാലുകൾ വെച്ചുകൊള്ളുക. എന്തോ അസാധാരണകരമായ കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യാനുണ്ട് അവിടെ. സ്തോത്രം. അതിന് ദൈവത്തിൻ്റെ സമയം വരെ കാത്തിരിക്കാൻ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. യേശു പിതാവിൻ്റെ സമയം വരെ പേഷ്യൻസായി കാത്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് ആ ഭാഗത്തിലേക്ക് ഞാൻ ഇപ്പോൾ അധികം പോകുന്നില്ല. സ്തോത്രം. ഇനി നമുക്ക് 2-ാം വാക്യം ശ്രദ്ധിച്ചാൽ, എന്നാൽ യഹൂദന്മാരുടെ കൂടാരപ്പെരുന്നാൾ അടുത്തിരുന്നു. എന്താ വാക്യത്തിന്റെ പ്രസക്തി എന്ന് ചോദിച്ചാൽ, ഈ 1-ാം വാക്യത്തിൽ യേശു വടക്ക് സ്റ്റേ ചെയ്യുക, പാലസ്തീന്റെ വടക്ക് സ്റ്റേ ചെയ്യുക. എവിടെ? ഗലീലയിൽ. കർത്താവിന് തെക്കിലോട്ട് പോകാൻ, യഹൂദയിലേക്ക് പോകാൻ മനസ്സില്ല. പക്ഷെ 2-ാം വാക്യം പറയുന്നത് കർത്താവിന് യഹൂദയിലേക്ക് പോകേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വരികയാണ്. പോകാതിരിക്കാൻ പറ്റുകയില്ല. സ്തോത്രം. എന്താണ് ആ സാഹചര്യം? ആ സാഹചര്യമാണ് കൂടാരപ്പെരുന്നാൾ. സ്തോത്രം. എന്താണ് കൂടാരപ്പെരുന്നാൾ? യഹൂദന്മാരുടെ ചരിത്രം പഠിക്കുന്നവർക്കറിയാം, യഹൂദന്മാർക്ക് പ്രധാനപ്പെട്ട 7 പെരുന്നാളുകൾ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട 7 പെരുന്നാളുകൾ ഉണ്ടായിരുന്നു. സ്തോത്രം. ഈ 7 പെരുന്നാളുകളിൽ
അല്പം പ്രാധാന്യമുള്ള 3 പെരുന്നാളുകളായിരുന്നു. ഒന്ന് പെസക പെരുന്നാൾ, 2 പെന്തക്കോസ്ത് പെരുന്നാൾ, 3 കൂടാര പെരുന്നാൾ. സ്തോത്രം. അപ്പോൾ 7 പ്രധാനപ്പെട്ട പെരുന്നാളുകൾ യഹൂദന്മാർക്കുണ്ടായിരുന്നുവെങ്കിലും അതിൽ ഈ 3 പെരുന്നാൾ വളരെ പ്രാധാന്യമുള്ള പെരുന്നാളായിരുന്നു. എന്താണ് ഈ 3 പെരുന്നാളിന്റെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, ഈ 3 പെരുന്നാളുകൾക്കും യെരുശലേമിന് 15 മൈൽ ചുറ്റളവിലുള്ള സകല പുരുഷന്മാരും സകല പുരുഷ പ്രജകളും ഈ 3 പെരുന്നാളിന് നിർബന്ധമായി വന്നിരിക്കണം എന്നുള്ളതാണ് പെസക പെരുന്നാളിന്റെയും പെന്തക്കോസ് പെരുന്നാളിന്റെയും കൂടാര പെരുന്നാളിന്റെയും പ്രത്യേകത. സ്തോത്രം. നോക്കിക്കേ, അങ്ങനെയാണെങ്കിൽ ഈ പെരുന്നാളിന് യേശു നിർബന്ധമായും യെരുശലേമിൽ വന്നിരിക്കണം, യഹൂദയിൽ വന്നിരിക്കണം. നോക്കിക്കേ, 1-ാം വാക്യത്തിൽ യഹൂദയിലേക്ക് പോകാൻ മനസ്സില്ലാതിരുന്ന യേശുവിന് 2-ാം വാക്യത്തിൽ യഹൂദയിലേക്ക് നിർബന്ധമായും പോകേണ്ട ഒരവസ്ഥ വരികയാണ് കൂടാര പെരുന്നാൾ നിമിത്തം. സ്തോത്രം. എന്താണ് ഈ കൂടാര പെരുന്നാൾ എന്ന് പറയുന്നത്? കൂടാര പെരുന്നാൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാം. മരുഭൂമിയിൽ 40 വർഷം ദൈവം അവരുടെ പിതാക്കന്മാരെ, ഇസ്രായേൽ മക്കളുടെ പിതാക്കന്മാരെ നടത്തിയ കരുതിയ വിധങ്ങളെ അനുസ്മരിക്കുവാൻ അവർ കൂടി വന്ന് ആചരിച്ചിരുന്ന പെരുന്നാളാണ് എന്ത്? കൂടാര പെരുന്നാൾ. സ്തോത്രം. ഈ കൂടാര പെരുന്നാളിൽ 3 കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറഞ്ഞ 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഈ കൂടാര പെരുന്നാളിന് വരുന്ന ആളുകളൊക്കെ, സ്തോത്രം, ഈ പനയോലകൾ കൊണ്ടൊക്കെ ഉള്ള ടെന്റുകൾ കെട്ടി അതിലായിരുന്നു പാർത്തിരുന്നത്. അല്ലാതെ കോൺക്രീറ്റ് ബിൽഡിങ്ങിലോ അവരുടെ മണിമാളികളിലോ അല്ല അവർ പാർത്തിരുന്നത്. കൂടാര പെരുന്നാളിന് പങ്കെടുക്കാൻ യെരുശലേമിൽ വരുന്ന ആളുകൾ പനയോലകൾ കൊണ്ടുള്ള ടെന്റുകൾ കെട്ടി അതിലായിരുന്നു പാർത്തിരുന്നത്. അതിന്റെ കാരണം, പിതാക്കന്മാർ മരുഭൂമിയിൽ കൂടാരങ്ങളിൽ പാർത്തപ്പോൾ ദൈവം ആ കൂടാരങ്ങളിൽ പാർത്ത തന്റെ പിതാക്കന്മാരെ ദൈവം കരുതിയതിനെ അവർ നന്ദിയോടെ സ്തോത്രം ചെയ്ത് അനുസ്മരിക്കുന്നതാണ് ഈ ടെന്റുകളിൽ പാർക്കുന്നത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന കാര്യം. സ്തോത്രം. ഇനി രണ്ടാമത്തെ കാര്യം, പിതാക്കന്മാരും മരുഭൂമിയിൽ ടെന്റിലായിരുന്നല്ലോ പാർത്തത്. ആ ടെന്റുകളിൽ അവർ പാർത്തതിന്റെ ഓർമ്മയാണ് ഇവരും ടെന്റ് കെട്ടി പാർക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇനി രണ്ടാമത്തെ കാര്യം, കൂടാര പെരുന്നാൾ നടക്കുന്ന സമയങ്ങളിൽ യെരുശലേമിലെ ദേവാലയം മുഴുവൻ ലൈറ്റുകൾ കൊണ്ട് പ്രകാശബന്ധിതമായിരിക്കും. എന്ന് പറഞ്ഞാൽ ആ ഏരിയ മുഴുവൻ ഭയങ്കര പ്രകാശമായിരിക്കും, ഭയങ്കര ലൈറ്റ് ആയിരിക്കും. അവരെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, മരുഭൂമിയിൽ തങ്ങളുടെ പിതാക്കന്മാരെ നടത്തിയപ്പോൾ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി യഹോവ അവർക്ക് വെളിച്ചം പകരുവാൻ അവരുടെ കൂടെ ഇരുന്നതിന് അവർ അത് ഓർമ്മിക്കുവാൻ വേണ്ടിയാണ് ഈ ദിവസങ്ങളിൽ, എനിക്ക് തോന്നുന്നു 7 ദിവസമാണ് കൂടാര പെരുന്നാൾ, 8-ാം ദിവസം സെലിബ്രേഷനാണ്. ഈ 7 ദിവസങ്ങളിലും അവർ ഈ ദേവാലയത്തിന്റെ ഏരിയ മുഴുവൻ ഹൈലൈറ്റ് ഇട്ട് പ്രകാശപൂരിതമാക്കുന്നതിന്റെ കാരണം, മരുഭൂമിയിൽ ദൈവം പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും വെളിച്ചമായി ഇരുന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. സ്തോത്രം. ഇനി മൂന്നാമത്തെ കാര്യം, കൂടാര പെരുന്നാളിൽ ആലയത്തിലെ പുരോഹിതൻ ആലയത്തിൽ നിന്ന് ഇറങ്ങി വന്ന് സ്വർണ്ണ പാത്രത്തിൽ തൊട്ടടുത്തുള്ള ശീലോഹം കുളത്തിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ജനം കാണെ ഈ വെള്ളം ഒഴിക്കും. സ്തോത്രം. അങ്ങനെ 7 ദിവസവും അദ്ദേഹം ചെയ്തിരുന്നുവെന്നാണ് ചരിത്രം പറയുന്നത്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, മരുഭൂമിയിൽ തങ്ങളുടെ പിതാക്കന്മാർക്ക് തീക്കൽ പാറയെ പിളർന്ന് ദൈവം വെള്ളം കൊടുത്തതിന്റെ പ്രതീകമായി അവർ ആഘോഷിക്കുന്ന, ഓർമ്മപ്പെടുത്തുന്ന, സ്തോത്രം ചെയ്യുന്നതാണ് ഈ ആചാരം എന്നാണ് പറയുന്നത്. ഇതാണ് ഈ 3 കാര്യങ്ങളും യഹൂദന്മാർ കൂടാര പെരുന്നാളിന് ചെയ്തിരുന്നത്. പിതാക്കന്മാരുടെ കാലഘട്ടത്തെ ആ 40 വർഷത്തെ ദിവസത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. സ്തോത്രം. അപ്പോൾ നിർബന്ധമായും കർത്താവായ യേശു ക്രിസ്തുവിന് എന്ത് ചെയ്യണം? സ്തോത്രം, യഹൂദയിലേക്ക് പോകേണ്ടി വരുന്നു. സ്തോത്രം. കർത്താവ് യഹൂദയിലേക്ക് പോകാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൂടാര പെരുന്നാൾ വരികയാണ്. സ്തോത്രം. ഇനിയാണ് നമ്മുടെ വാക്യത്തിലേക്ക് വരാം. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു വിഷയമാണ്.
ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ 3-4 വാക്യങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ കർത്താവിന്റെ സഹോദരന്മാർ വന്ന് കർത്താവിനോട് ഒരു സജഷൻ വെക്കുകയാണ്. സ്തോത്രം. എന്താ സജഷൻ? നീ ചെയ്യുന്ന പ്രവർത്തികളെ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് ഇവിടം വിട്ട് യഹൂദയിലേക്ക് പോവുക. ഈ കർത്താവിന്റെ ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ ഇവര് നമുക്കറിയാമല്ലോ ആരാണ്. യോസഫും മറിയയും യേശുവിന്റെ ജനനത്തിന് ശേഷം അവർക്ക് അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതം ഉണ്ടായി. ആ കുടുംബജീവിതത്തിൽ അവർക്ക് ആൺമക്കളും പെൺമക്കളും വേറെ ഉണ്ടായി. തിരുവെഴുത്ത് മത്തായി സുവിശേഷം 13-ാം അധ്യായം 55-56 വാക്യങ്ങൾ, മർക്കോസ് 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളൊക്കെ ഇത് വ്യക്തമാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവാണ് മൂത്ത പുത്രൻ. കർത്താവിന്റെ ജനനത്തിന് ശേഷം യോസഫിനും മറിയയ്ക്കും ആൺമക്കളും പെൺമക്കളും ഉണ്ടായി. അത് കർത്താവിന്റെ സഹോദരന്മാർ, അവരെ അർദ്ധ സഹോദരന്മാർ എന്ന് വിളിക്കുന്നതാണ് ഭംഗി. ഈ സഹോദരന്മാർ യേശുവിനോട് വന്ന് പറയുകയാണ്, നീ ചെയ്യുന്ന ഈ പ്രവർത്തികളെ, ഈ ഗലീലയിൽ ഈ ചെയ്യുന്ന പ്രവൃത്തി ഉണ്ടല്ലോ, രോഗികളെ സൗഖ്യമാക്കുന്നത്, ഭൂതങ്ങളെ അഴിക്കുന്നത്, അശുദ്ധാത്മാക്കൾ വിട്ടുപോകുന്നത്, മരിച്ചവർ, ഈ ഗലീലയിൽ ചെയ്ത പച്ചവെള്ളം വീഞ്ഞാക്കി, രാജവൃത്തന്റെ മകനെ സൗഖ്യമാക്കിയ, അപ്പം പോഷിപ്പിച്ച ഈ പ്രവർത്തികൾ എന്ത് ചെയ്യേണ്ടത്? നിന്റെ ശിഷ്യന്മാരും കൂടെ കാണേണ്ടതിന് നീ ഇവിടം വിട്ട് യഹൂദയിലേക്ക് പോവുക. നിന്റെ ശിഷ്യന്മാർ കാണുക എന്ന് പറഞ്ഞാൽ, ഈ ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ ഈ 12 അപ്പോസ്തലന്മാരെയല്ല ഉദ്ദേശിക്കുന്നത്. യെരുശലേമിൽ കർത്താവിന്റെ മിനിസ്ട്രി കണ്ട് കർത്താവിനെ വിശ്വസിച്ച ശിഷ്യന്മാർ അവിടെ ഉണ്ട്. അവർ കാണേണ്ടതിന് നീ എന്ത് ചെയ്യണം? അവിടേക്ക് പോയി ശുശ്രൂഷിക്കണം. ഇവിടെ നിന്നുകൊണ്ട് കാര്യമൊന്നുമില്ല, അവിടെ പോയി ശുശ്രൂഷിക്കണം. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 4-ാം വാക്യം. വളരെ ഗുരുതരമായൊരു വാക്യമാണ്. സ്തോത്രം. പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവരാരും രഹസ്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നീ ഇത് ചെയ്യുന്നുവെങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ആരാ? ശിഷ്യന്മാര് കാണേണ്ടതിന് യെരുശലേമിൽ ചെന്ന് യഹൂദയിൽ ചെന്ന് ശുശ്രൂഷിക്ക് എന്ന് യേശുവിന്റെ ശിഷ്യന്മാർ കാണുവാൻ വേണ്ടി നീ യഹൂദയിൽ ചെന്ന് ശുശ്രൂഷിക്ക്, നിന്നെ വെളിപ്പെടുത്തുന്ന യേശുവിന്റെ സഹോദരന്മാർ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? സ്തോത്രം. പ്രസിദ്ധനാകണമെങ്കിൽ ഗലീലയിൽ നിന്ന് ഈ പാവങ്ങളുടെ ഇടയിൽ നിന്ന് ശുശ്രൂഷിച്ചിട്ട് കാര്യമൊന്നും ഇല്ല. പ്രസിദ്ധനാകണമെങ്കിൽ ഗലീല വിട്ട് എങ്ങോട്ട് പോകണം? സൗത്തിലേക്ക് പോകണം, യഹൂദയിൽ പോകണം, പൊളിറ്റിക്കൽ റിലീജിയസ് സെന്ററിലേക്ക് പോകണം. അവിടെ യെരുശലേമിൽ കൂടാരപ്പെരുന്നാളിന് ലക്ഷങ്ങൾ വരികയാണ്. അവരുടെ നടുവിൽ ചെന്ന് നീ ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്താലേ ജനം നിന്നെ അംഗീകരിക്കത്തുള്ളൂ. അവരുടെ നടുവിൽ ചെന്ന് നീ അത്ഭുതങ്ങൾ ചെയ്താലേ നീ പ്രസിദ്ധനാകത്തുള്ളൂ. നോക്കിക്കേ, നീ അവരുടെ ഇടയിൽ ചെന്ന് ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്താലേ ആളുകൾ നിന്റെ അത്ഭുതങ്ങളിൽ വിസ്മയിച്ച് നിന്നെ എല്ലാവരും അംഗീകരിക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ കൂടാരപ്പെരുന്നാൾ നടക്കുക അവിടെ. ആ ആത്മീക മീറ്റിങ്ങിന്റെ മറവിൽ നീ ചെന്ന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക, നിന്റെ അത്ഭുതങ്ങൾ വെളിപ്പെടുത്തുക, നീ നിന്റെ മിറക്കിൾസുകൾ വെളിപ്പെടുത്തി അതുവഴി നീ പ്രസിദ്ധനാകുവാൻ ശ്രമിക്കുക. എന്നാലേ നിന്നെ ജനം അംഗീകരിക്കൂ, ജനം നിന്നെ പ്രസിദ്ധനാകാൻ കഴിയൂ. ഇതാര് പറഞ്ഞു കൊടുക്കുക? യേശുവിന്റെ സഹോദരന്മാർ യേശുവിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഐഡിയയാണ്. സ്തോത്രം. ഇത് തന്നെയല്ലേ ഇന്ന് നമ്മുടെ ചുറ്റും നടക്കുന്നത്? സ്തോത്രം. ഇത് തന്നെയല്ലേ നമ്മുടെ ഇടയിൽ നടക്കുന്നത്? സ്തോത്രം. ഇതാരായി പറഞ്ഞു കൊടുക്കുന്നറിയോ? യേശുവിന്റെ സഹോദരന്മാർ. അവരുടെ പ്രത്യേകത തന്നെ 5-ാം വാക്യം. അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. അപ്പം അവിശ്വാസികളായ ലൗകികന്മാരായ തൻ്റെ സഹോദരന്മാർ പറഞ്ഞു കൊടുത്ത വഴിയാണ് നമ്മളിപ്പോൾ 3-4 വാക്യങ്ങളിൽ വായിച്ചത്. സ്തോത്രം. അപ്പൊ ലൗകികന്റെ വഴി എന്താണെന്നറിയാമോ? പ്രസിദ്ധനാകുവാൻ മിനിസ്ട്രി പബ്ലിക്കിൽ മാർക്കറ്റ് ചെയ്യണം. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ പബ്ലിക്കിന്റെ ഇടയിൽ മാർക്കറ്റ് ചെയ്യണം. അതൊരു ലൗകികന്റെ വഴിയാണ്. അതാണ് ആ ലൗകികന്മാരായ അവിശ്വാസികളായ ആ ശിഷ്യന്മാർ, അല്ലെ യേശുവിന്റെ സഹോദരന്മാർ യേശുവിനെ സജഷൻ ചെയ്തു കൊടുക്കുകയാണ്.
ഇന്ന് നിങ്ങളോട് ഞാൻ വളരെ സ്നേഹത്തിൽ പറയാം, യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് 8 അടയാളങ്ങളാണ് ചെയ്തിട്ടുള്ളത്. 8 അടയാളങ്ങൾ. ബാക്കിയൊക്കെയുള്ള സമവീക്ഷണ സുവിശേഷങ്ങളിൽ അതിനെ ശക്തിയെന്നും അത്ഭുതമെന്നും വീര്യപ്രവർത്തികൾ എന്നൊക്കെയാണ് പറയുന്നത്. യോഹന്നാനിലെ അടയാളം എന്ന് പറഞ്ഞു, ഈ 8 അടയാളത്തിന്റെ പുറകിലും ദൈവം ഉദ്ദേശിച്ച ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരുന്നു. സ്തോത്രം. നിങ്ങൾ ഓരോന്ന് ശ്രദ്ധിച്ചാൽ മതി. സ്തോത്രം. ലാസറിനെ ഉയർപ്പിച്ചതിന്റെ പുറകിൽ എനിക്ക് മരണത്തിന്മേൽ അധികാരമുണ്ടെന്ന്, ഞാൻ തന്നെയാണ് ജീവനും പുനരുത്ഥാനവുമെന്ന് കർത്താവ് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് അവിടെ കർത്താവ് ആ അടയാളം ചെയ്തത്. സ്തോത്രം. 8 അടയാളങ്ങൾ പരിശോധിച്ചാൽ 8 അടയാളത്തിന്റെ പിൻപിലും വലിയ ദൈവിക പദ്ധതി ഉണ്ടായിരുന്നു. അത് ജനം തന്നെ അംഗീകരിക്കാൻ യേശു ചെയ്തതല്ല, പ്രസിദ്ധനാകാൻ യേശു ചെയ്തതല്ല. കർത്താവ് ഈ ഭൂമിയിൽ വന്നത് എന്തിനാ? പ്രസിദ്ധനാകാമെന്നല്ല, പിന്നെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ വന്നതാണ്. സ്തോത്രം. ആ പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ വന്നയാള് പ്രസിദ്ധനാകാൻ വേണ്ടി സഹോദരന്മാര് വഴി പറഞ്ഞു കൊടുക്കുക. സ്തോത്രം. ഇന്ന് ലക്ഷക്കണക്കിന് ഡോളറുകൾ ചെലവഴിക്ക് നടത്തുന്ന വലിയ കോൺഫറൻസുകളിൽ, ലക്ഷക്കണക്കിന് പണം മുടക്കി നടത്തുന്ന കൺവെൻഷനുകളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് പ്രിയരെ? ഇതല്ലേ ലൗകികന്റെ വഴിയല്ലേ ഈ കാണുന്നത് മുഴുവൻ? എന്താ? പ്രസിദ്ധനാകുവാൻ നോക്കുക, ഷൈൻ ചെയ്യുവാൻ, ലോകം അംഗീകരിക്കുവാൻ വേണ്ടി ഓരോരുത്തർ വ്യക്തിപരമായ അജണ്ടകളോടുകൂടെ വന്ന് അവർ പല കാര്യങ്ങളും കാട്ടിക്കൂട്ടുക. ഒരു രോഗി സൗഖ്യമായാൽ നമ്മുടെ എത്രയോ സഭകൾക്കകത്ത് ഞായറാഴ്ചത്തെ ആരാധനയിലും ഒക്കെ എത്രയോ രോഗികൾ സൗഖ്യം വന്നിട്ട് ഒരു പവർ വിഷനകത്തോ ഒരു ഹാർവെസ്റ്റിനകത്തോ എവിടെയെങ്കിലും വരുന്നുണ്ടോ? സ്തോത്രം. പക്ഷേ ദൈവം ആ സഭകൾക്കകത്ത് സൗഖ്യങ്ങൾ നൽകുന്നുണ്ട്, വിടുതലുകൾ അയക്കുന്നുണ്ട്, ആരും അറിയുന്നില്ല. പക്ഷേ ഇതൊരു സ്റ്റേജിൽ കയറി ഇന്ന് മീഡിയാസിലൂടെ രോഗിയെ അങ്ങോട്ട് നടത്തിച്ച് ഇങ്ങോട്ട് നടത്തിച്ച് ദൈവനാമ മഹത്വത്തിനാന്ന് പറഞ്ഞ് സാക്ഷ്യം പറയിപ്പിച്ച് എന്തെല്ലാം പരിപാടികൾ ചെയ്തു കൂട്ടുന്നു. എന്താ ഇതിന്റെ പുറകിലെ കാര്യം? ദൈവനാമം മഹത്വപ്പെടാനാണോ? അല്ല. പിന്നെന്താ കാര്യം? പ്രസിദ്ധനാകുവാൻ. ഇത് ലൗകികന്മാര് പറഞ്ഞു കൊടുത്ത വഴിയാണ് യേശുവിന്. സ്തോത്രം. ഓ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ യേശു സഹോദരന്മാരുടെ സജക്ഷനെ എന്ത് ചെയ്തു? കർത്താവ് ഇഗ്നോർ ചെയ്ത് കളഞ്ഞു, റിജക്റ്റ് ചെയ്ത് കളഞ്ഞു. ഇനി ഞാൻ നിങ്ങളോട് കാര്യം പറയാം. യേശു അവരോട് പറഞ്ഞ പദം എന്നാ? 6-ാം വാക്യം. യേശു അവരോട്, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. അപ്പം എന്നെ അവിടെ ചിന്തിപ്പിച്ച കാര്യം എന്നാന്ന് അറിയാമോ? അയ്യോ, സഹോദരന്മാര് പറഞ്ഞ സജഷൻ അല്ലേ എന്ന് കരുതി കർത്താവ് അതിന് ചുവട് വെക്കുക അല്ല ചെയ്തത്. പിന്നെ സഹോദരന്മാർ ഒഫൻഡഡ് ആയാലും കുഴപ്പമില്ല, എനിക്ക് പിതാവിന്റെ ഇഷ്ടമാണ് വലുതെന്ന് യേശു ഉറപ്പിച്ചു. ഇന്ന് രാവിലെ എൻ്റെ ബ്ലഡ് റിലേഷൻ ആകട്ടെ, പാസ്റ്റർ ആകട്ടെ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവരാകട്ടെ, ബന്ധങ്ങൾ ഉടയുമെന്നോർത്തും അവർ ഒഫൻഡഡ് ആകുമെന്നോർത്തുമൊക്കെ പല കാര്യങ്ങളും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഈ ഭൂമിയിലെ ബന്ധങ്ങൾ ഉടഞ്ഞാലും പിതാവിന്റെ ഇഷ്ടത്തിന് വില കൊടുക്കുന്നവനെയാണ് ദൈവത്തിന് ആവശ്യം. അതല്ല, മറ്റുള്ളവർ ഒഫൻഡഡ് ആകാതിരിപ്പാൻ നീ ദൈവഹിതത്തിന് വെളിയിൽ കാര്യങ്ങൾ ചെയ്താൽ ദൈവിക പദ്ധതിക്കകത്തുനിന്ന് നീ ഔട്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മറ്റുള്ളവരെ അത് അംഗീകാരം ലഭിക്കാൻ, മറ്റുള്ളവർ ഒഫൻഡഡ് ആകാതിരിപ്പാൻ, ദൈവത്തിന് പദ്ധതിയില്ലാത്ത കാര്യങ്ങളിലേക്ക് ചുവടുകൾ വെച്ച് ദൈവിക പദ്ധതിയിൽ നിന്ന് ഔട്ടാകുന്നതിനേക്കാൾ ഭേദം ലോകം മുഴുവൻ ഒഫൻഡഡ് ആയാലും പിതാവിന്റെ ഇഷ്ടത്തിന് ചുവട് വെക്കുക. ദൈവത്തിന് ചിലത് ചെയ്യുവാനുണ്ട്. സ്തോത്രം. ഇവിടെ യേശു സഹോദരന്മാരുടെ സജക്ഷനെ ഇഗ്നോർ ചെയ്തിട്ട് കർത്താവ് അതിന് കൊടുത്ത മറുപടി എന്നെ ചിന്തിപ്പിച്ചു. എന്താ? യേശു അവരോട്, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾക്കോ എല്ലായ്പ്പോഴും സമയം തന്നെ. കാര്യം നിങ്ങൾക്കോ എല്ലായ്പ്പോഴും സമയം എന്ന് പറഞ്ഞാൽ ഇവര് രക്ഷിക്കപ്പെടാത്തവരാണ്, ലോകക്കാരാ. അവർക്ക് എപ്പോഴും സമയമാണ്. സ്തോത്രം. പ്രത്യേകിച്ച് അധികാരമൊന്നും അവർക്കില്ല. ഇവരെല്ലാം രക്ഷിക്കപ്പെടുന്നത് യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷമാണ്. അവിടെയും എന്നെ ചിന്തിപ്പിച്ചു, യേശുവിന്റെ കൂടപ്പുറപ്പുകളായ ആളുകൾ, യേശു ചെയ്ത അത്ഭുതങ്ങൾ പച്ചയ്ക്ക് കണ്ട ആളുകളാണ് ഇവർ. എന്നിട്ടും അവരാരും യേശുവിന്റെ കാലത്ത് രക്ഷിക്കപ്പെട്ടില്ല. കാരണം യേശുവിന്റെ അത്ഭുതങ്ങളിൽ അവർക്ക് വിശ്വാസമുണ്ട്, ജെനുവിനാ. അതുകൊണ്ടാണല്ലോ അവർ പറഞ്ഞത് യഹൂദയിൽ പോയി
പ്രസിദ്ധനാകാൻ വേണ്ടി ഇത് ചെയ്യാൻ. ഇവിടെ നിന്ന് ചെയ്തുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? അവിടെ പോയി ചെയ്താലേ 10 പേർ അറിയത്തുള്ളൂ. പണ്ട് എന്നോട് ചില ആളുകൾ പറഞ്ഞുണ്ട്, പ്രസിദ്ധനാകണമെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പോയി ശുശ്രൂഷിച്ചോണ്ടൊന്നും കാലം കുമ്പനാട് കൺവെൻഷനിൽ ഒരു സ്റ്റേജ് കിട്ടിയാൽ മതി, അതോടുകൂടെ തലേവര തെളിഞ്ഞു പാസ്റ്റേ, പ്രസിദ്ധനാകാൻ വേറെ മാർഗം വല്ലതും ഉണ്ടോ? ഇതൊരു ലൗകികം പറഞ്ഞു തരുന്ന വഴിയാ. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? അന്ന് ഞാനും വിചാരിച്ചു ശരിയാണ്. ഇന്നലെ രാത്രി ഇരുന്ന് ഞാൻ ഈ ഭാഗം വായിച്ചപ്പോഴാണ് ഇതിന്റെ പുറകിലെ മർമ്മം എനിക്ക് മനസ്സിലായത്. സ്തോത്രം. ആരെങ്കിലും നിന്നോട് പ്രസിദ്ധനാകാൻ വേണ്ടി വഴി പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോ, അതൊരു ലൗകികന്റെ വഴിയാ. അത് ചിലപ്പോൾ പ്രവാചകന്റെ പ്രവചനത്തിന്റെ ഭാഷയിലായിരിക്കും വരുന്നത്, ചിലപ്പോൾ രക്തബന്ധങ്ങളിലൂടെ ആയിരിക്കാം വരുന്നത്, ചിലപ്പോൾ കൂടെ നിൽക്കുന്നവരിലൂടെ ആയിരിക്കാം. നമ്മൾ ചിന്തിക്കുകയോ നമ്മൾ പ്രസിദ്ധരാകാൻ വേണ്ടി അവർക്കൊന്നൊരു ആഗ്രഹം വന്നോ, അത് ലൗകികം വഴി പറഞ്ഞു തരിക. സ്തോത്രം. നിന്നെ ദൈവഹിതത്തിന് വെളിയിൽ കൊണ്ടുപോകാനുള്ള പദ്ധതിയാണ്. സ്തോത്രം. ഇവിടെ യേശു പറയുകയാണ്, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. സാധാരണ സമയം എന്നതിന് 2 പദങ്ങളാണ് കൊടുക്കുന്നത്. ഒന്ന് കൈറോസ്, അതാണ് സമയം എന്നതിന് കൊടുക്കുന്ന ഒരു ഗ്രീക്ക് പദമാണ് കൈറോസ്. സ്തോത്രം. 5-ാം അധ്യായം യോഹന്നാൻ 5:4, 7:6, 7:8 ഈ ഭാഗങ്ങളിലൊക്കെ കൈറോസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. ഈ ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും സമയം എന്നതിന് കൊടുത്തിരിക്കുന്ന മറ്റൊരു ഗ്രീക്ക് പദമാണ്. അത് ഹോറ എന്ന ഒരു ഗ്രീക്ക് പദമാണ് കൊടുത്തിരിക്കുന്നത്. ഹോറ എന്ന ഒരു ഗ്രീക്ക് പദമാണ് കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. ഇവിടെ ഈ കൈറോസ് എന്ന് പറയാൻ കാരണം ഇവിടെ കൊടുത്തിരിക്കുന്നത് 7:6 കൊടുത്തിരിക്കുന്നത് കൈറോസ് എന്ന ഒരു ഗ്രീക്ക് പദമാണ് സമയം എന്നതിന് കൊടുത്തിരിക്കുന്നത്. ബാക്കി ഭാഗങ്ങളിലൊക്കെ കൊടുത്തിരിക്കുന്നത് ഹോറ എന്നാണ്. ഈ കൈറോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഒരു സാഹചര്യത്തിൽ മാക്സിമം ബെനിഫിറ്റ് ഉണ്ടാകുവാൻ കാത്തിരിക്കുന്ന സമയം. മനസ്സിലാവുന്നില്ലേ? ഒരു സാഹചര്യം നമുക്ക് വന്നിരിക്കുക, ആ സാഹചര്യത്തിൽ മാക്സിമം ബെനിഫിറ്റ് ഉണ്ടാകാൻ കാത്തിരിക്കുന്ന സമയം എന്നതാണ് കൈറോസ് എന്നതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ യേശു പിതാവിന്റെ സമയത്തിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാൻ കാരണം താൻ യെരുശലേമിൽ ചെന്ന് തൻ്റെ അത്ഭുതങ്ങൾ ചെയ്ത് 10 പേരുടെ അംഗീകാരം നേടാനല്ല തൻ്റെ ഉദ്ദേശം. പകരം താൻ അവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ, തന്നിലൂടെ എന്തെങ്കിലും വെളിപ്പെടുന്നുണ്ടെങ്കിൽ, തന്നിലൂടെ വചനം വെളിപ്പെടുന്നുണ്ടെങ്കിൽ, അത്ഭുതം വെളിപ്പെടുന്നുണ്ടെങ്കിൽ മാക്സിമം ബെനിഫിറ്റ് അതുവഴി ദൈവരാജ്യത്തിനുണ്ടാകണം, പിതാവിന്റെ നാമം മഹത്വപ്പെടണം. സ്തോത്രം. അതിനുവേണ്ടി കർത്താവ് പേഷ്യൻസോടെ വെയിറ്റ് ചെയ്തിരിക്കുക. സ്തോത്രം. ആ സമയത്തിന്റെ പേരാണ് കൈറോസ്. സ്തോത്രം. ചില വാക്തത്വങ്ങൾ കേട്ടിട്ട്, ദൈവശബ്ദം കേട്ടിട്ട് നിവർത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടാകാം. നിങ്ങളിപ്പോൾ ഒരു കൈറോസിലായിരിക്കാം. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കായിരിക്കാം. സ്തോത്രം. അത് എന്താ നിങ്ങൾ കാത്തിരിക്കുന്നതെന്നറിയാമോ? ഈ കാത്തിരിപ്പ് ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടുത്തേണ്ടി വരികയില്ല. പിന്നെയോ മാക്സിമം ബെനിഫിറ്റ് നിനക്ക് നൽകാൻ വേണ്ടി ദൈവം അതേ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മാക്സിമം ബെനിഫിറ്റ് നിനക്ക് ലഭിക്കാനുള്ളത് ആയി കഴിയുമ്പോൾ അവന്റെ സമയം വന്നിരിക്കും. സ്തോത്രം. അതുകൊണ്ട് ഈ കാത്തിരിപ്പുകൾ പരാജയമല്ല. അതുകൊണ്ട് ഈ സഹിഷ്ണുതകൾ, പേഷ്യൻസുകൾ ഒന്നും അതേ നിരാശയിലേക്ക് അവസാനിക്കത്തില്ല. പകരം മാക്സിമം ബെനിഫിറ്റുകൾ എൻ്റെ ലൈഫിൽ ഉണ്ടാകുമെന്ന് ഇന്ന് രാവിലെ വിശ്വസിക്കാൻ തയ്യാറാകുക. ദൈവാത്മാവ് നിങ്ങളെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഈ ഭാഗം പറയുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഒരു ചിന്ത, സ്തോത്രം, യേശുക്രിസ്തുവിന് 40 ദിവസം അതേ പരീക്ഷയുണ്ടായി. ഇവിടെ പരീക്ഷ ഉണ്ടായത് തൻ്റെ ഉപവാസത്തിനകത്ത്. യേശു മിനിസ്ട്രി ആരംഭിക്കുന്നതിന് മുമ്പ് 3 പരീക്ഷകളാണ് ഉണ്ടായത്. എന്താ 3 പരീക്ഷകൾ? 1, കല്ല് അപ്പമായി തീരാൻ പറഞ്ഞു. 2, ദേവാലയത്തിന്റെ അതേ പൊക്കമുള്ള അഗ്രഹത്തിൽ നിന്ന് താഴേക്ക് ചാടുവാൻ പറയുന്നു. 3, വീണ് നമസ്കരിക്കാൻ പറയുന്നു. ഈ 3 പരീക്ഷകളുടെ ഒരാവർത്തനമാണ് ഈ 6-7 യോഹന്നാൻ 6-7 അധ്യായത്തിൽ യേശുവിന് വീണ്ടും വരുന്നു എന്ന് നമുക്ക് തോന്നുന്നത്. സ്തോത്രം. ഈ ആദ്യം പറഞ്ഞ 3 പരീക്ഷകളുടെ സെയിം സിമിലാരിറ്റി ഉള്ള പ്രധാനപ്പെട്ട 3 പരീക്ഷകൾ യോഹന്നാൻ 6-7 അധ്യായങ്ങളിൽ വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. 6-ാം അധ്യായത്തിൽ 2-ാം ദിവസം, യേശുവിന്റെ പ്രഭാഷണത്തിന്റെ 2-ാം ദിവസം 6-ാം അധ്യായത്തിന്റെ 5 മുതൽ വായിച്ചാൽ പുരുഷാരം എന്ന് പറയാം, ഞങ്ങൾക്ക് അപ്പം വേണം. ഞങ്ങൾക്ക് എന്ത് വേണം? അപ്പം വേണം. യേശു അപ്പം അത് പുരുഷാരത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ നിർബന്ധിതനാകുകയാണ്. സ്തോത്രം. അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ നിർബന്ധിതനാകുകയാണ്. സ്തോത്രം. അത് തന്നെയാണ് അവിടെ തന്റെ ശുശ്രൂഷയുടെ ആരംഭ സമയത്ത് സാത്താൻ എന്ന് പറഞ്ഞത്. ഈ കല്ല് എന്ത് ചെയ്യണം?
അപ്പമായി തീരാൻ പറയുക. സ്തോത്രം. കണ്ടോ, സെയിം ടൈപ്പ് സിമിലാരിറ്റി ഉള്ള പരീക്ഷയാണ് 6-ാം അധ്യായം 5 മുതൽ പറയുന്നത്. പുരുഷാരത്തോട് അത് അവരാവശ്യപ്പെട്ടിട്ടില്ല, പക്ഷേ അവർക്ക് അപ്പം ആവശ്യമാണ്, അവർ അപ്പം ഉണ്ടാക്കി തരാൻ പറയും എന്ന് കർത്താവിന് മനസ്സിലാക്കിയിട്ട് കർത്താവ് അവർക്ക് അപ്പം കൊടുക്കാൻ നിർബന്ധിതനാകുകയാണ്. സ്തോത്രം. കണ്ടോ, ഇനി അത് മാത്രമല്ല, 2, ദേവാലയത്തിന്റെ ഉന്നത സ്ഥലത്തു നിന്ന് ചാടിക്കൊള്ളുക, ദൂതന്മാർ നിന്നെ കാക്കുമെന്നാണല്ലോ പറയുന്നത് എന്ന് പറയാൻ കാരണം എന്തിനാ? നിങ്ങൾ ഓർത്തു നോക്കിയേ, ദേവാലയത്തിന്റെ അഗ്രത്തിൽ നിന്ന് യേശു ചാടി, ദൂതന്മാർ യേശുവിനെ കാക്കുകയാണെങ്കിൽ കർത്താവിന് അവിടെ അംഗീകാരം ലഭിക്കും. സ്തോത്രം. സാത്താൻ പറയുന്ന കാര്യം ഇതാ, നീ ദേവാലയത്തിന്റെ മുകളിൽ നിന്ന് ആ ഉന്നത സ്ഥലത്തു നിന്ന് എടുത്ത് ചാടിയാൽ, സ്തോത്രം, ദൂതന്മാർ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. അത് ജനം മുഴുവൻ നിന്നെ ശ്രദ്ധിക്കും, ജനം മുഴുവൻ നിന്നെ അംഗീകരിക്കും. സ്തോത്രം. മനസ്സിലാകുന്നുണ്ട്? ജനം മുഴുവൻ നിന്നെ ശ്രദ്ധിക്കും, ജനം മുഴുവൻ നിന്നെ അംഗീകരിക്കും. എല്ലാവരുടെ നടുവിൽ നീ ആയിരിക്കും മെയിൻ സ്ട്രീം. ഇത് തന്നെയല്ലേ യേശുവിന്റെ ശിഷ്യന്മാര്, യേശുവിന്റെ സഹോദരന്മാർ ഇപ്പൊ യേശുവിനോട് പറഞ്ഞത് 6-7-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിൽ. എന്താ? ഇവിടെ നിന്ന് ശുശ്രൂഷിച്ചുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, യഹൂദയിലോട്ട് എന്ന് ഈ അത്ഭുതമൊക്കെ വെളിപ്പെടുത്താമെങ്കിൽ ജനം മുഴുവൻ ശ്രദ്ധിക്കും, ജനം മുഴുവൻ നിന്നെ അംഗീകരിക്കും, പെട്ടെന്ന് അറ്റൻഷൻ കിട്ടും, പ്രസിദ്ധരാകാം. സാത്താൻ അന്ന് പറഞ്ഞ അതേ കാര്യം തന്നെയല്ലേ ഇവിടെ യേശുവിന്റെ അത് സഹോദരന്മാരിലൂടെ അത് സാത്താൻ യേശുവിന്റെ ഇടയ്ക്കൽ അവതരിപ്പിക്കുക. 3-ാമത്തെ കാര്യം, അത് ഇത് മുഴുവൻ ലോകത്തിലെ മുഴുവൻ മഹത്വം കാണിച്ചിട്ട് വീണ് നമസ്കരിച്ചാൽ മുഴുവൻ നന്നാക്കാമെന്നാണ് പറഞ്ഞത്. സ്തോത്രം. നോക്കിയ പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് 6-ാം അധ്യായം 14-15 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പുരുഷാരം യേശുവിനെ പിടിച്ച് രാജാവാക്കാൻ ശ്രമിക്കുന്നു. സെയിം കാര്യം, അതിനെ മറ്റൊരു വേർഷന് വന്നേ ഉള്ളൂ. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം എനിക്ക് വ്യക്തമാണ്, യേശുവിന് നേരെ 3 പരീക്ഷകളുമായി സാത്താൻ ആരംഭത്തിൽ വന്നു. പക്ഷെ പിന്നീട് പിശാച് കുറെ കാലത്തേക്ക് യേശുവിനെ വിട്ടുപോയെന്നാണ് ലൂക്കോസ് പറയുന്നത്. വിട്ടുപോയെങ്കിലും അത് തൻ്റെ സഹോദരന്മാരിലൂടെയും മറ്റു പലരിലൂടെയൊക്കെ പരീക്ഷകൾ ആവർത്തിക്കാൻ അത് സാത്താൻ മറന്നില്ല. പക്ഷേ ഒരൊറ്റ ട്രാപ്പിനകത്ത് പോലും യേശു വീടാതെ പിതാവിന്റെ സമയത്തിനു വേണ്ടി കാത്തിരുന്ന് ദൈവ പദ്ധതിക്കകത്ത് നിന്നുകൊണ്ട് പിതാവിന്റെ ഇഷ്ടത്തിനു വേണ്ടി പ്രസിദ്ധനാകാൻ ആഗ്രഹിക്കാതെ അത് കർത്താവിന്റെ ഹിതത്തിനു വേണ്ടി വിധേയപ്പെട്ട നസ്രായനായിരിക്കട്ടെ നമ്മുടെ മാതൃക. ഇന്ന് രാവിലെ നമുക്ക് ദൈവത്തോട് പറയാം, പ്രസിദ്ധനാകണ്ട. ആരൊഫൻഡഡ് ആയാലും ആർക്കൊക്കെ വേദനിച്ചാലും എനിക്ക് ദൈവഹിതമാണ് വലുത്, പിതാവിന്റെ ഇഷ്ടത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്നതാണ് വലുത്. അതെ പ്രിയരെ, ദൈവം നിനക്ക് തരുന്ന ഒരു വേദിയും നിന്റെ ശുശ്രൂഷ മാർക്കറ്റ് ചെയ്യാനുള്ള സ്ഥലമല്ല, അത് ലോകത്തിന്റെ ചിന്തയാണ്. ദൈവം തന്ന കൃപാവരങ്ങൾ മാർക്കറ്റ് ചെയ്യാനുള്ള സ്ഥലമല്ല, അത് ലൗകികന്റെ വഴിയാണ്. സ്തോത്രം. ഇന്ന് രാവിലെ സമയം നമുക്ക് പറയാം, കർത്താവെ, ഞങ്ങൾ നിന്റെ പാദപിടുത്തങ്ങളിലേക്ക് അടുത്തു വരുന്നത് അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഇന്ന് രാവിലത്തെ നമ്മുടെ പ്രാർത്ഥന അതായിരിക്കട്ടെ. തലകളെല്ലാം വണക്കാം, കണ്ണുകൾ മൂടാം, പ്രാർത്ഥിക്കാം. സ്തോത്രം. പ്രിയ പിതാവേ, നസ്രയനായ യേശുവിൻ നാമത്തിൽ ഞങ്ങൾക്ക് നൽകിയ തിരുവെഴുത്തുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തിനകത്തൂടെ ഞങ്ങളുടെ ഉള്ളങ്ങളെ പണിയുന്ന, ഞങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരു തിരുവഴിഞ്ഞ ഭാഗം ഞങ്ങളെ അങ്ങ് ബോധ്യമാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഇത് ഗ്രഹിപ്പാൻ ഇവരുടെ ഹൃദയത്തെ തുറക്കണം, ബുദ്ധിയെ തുറക്കണം. പരിശുദ്ധാത്മാവ് ഇവരുടെ ഉള്ളിൽ ശക്തമായി വാദിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ചൊല്ലി ഞാൻ ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. കൃപമേൽ കൃപ കൂടിയിരിക്കണമേ. അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയും യാതനയും കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം, കാവലും കൂട്ടായ്മയും പ്രാർത്ഥിച്ച വിഷയങ്ങളോട്, കേട്ട വചനത്തോട് പിരിയുന്ന നാം ഓരോരുത്തരോടും ദൂരത്തും ചാരത്തുമുള്ള എല്ലാ സമശിഷ്ടങ്ങളോടും കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2ാമത്തെ മേഘപ്രത്യക്ഷത വരെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ഇന്ന് രാവിലെ സമയം ചെയ്യാൻ നൽകിയ പിതാവിനെ ശക്തിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. എല്ലാവരും ഈ വചനം ഒരിക്കൽ കൂടെ കേൾക്കുക. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.